से फिर क्यों डरता है दिल, कहता है दिल रास्ता मुश्किल, मालूम नहीं है कहाँ मंजिल. രാഗാർദ്രമായ മറ്റൊരു സായാഹ്നത്തിലേക്ക് ഖയാലിൻ്റെ എല്ലാ പ്രേക്ഷകരെയും ക്ഷണിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി പ്രശസ്ത സംഗീത സംവിധായകൻ, കർണാട്ടിക് സിംഗർ ശ്രീവത്സൻ ജെ മേനോൻ. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഖയാൽ. സാറിന് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള വർക്കിനെ പറ്റി, കമ്പോസിങ് വർക്ക് ഒരെണ്ണം മെൻഷൻ ചെയ്യാതെ വയ്യ, ഡ്രാക്കുള. അത് ഓസ്കറിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള മൂവിയായിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ കമ്പോസിങ്, അതിൻ്റെ മ്യൂസിക്കിനെ പറ്റി ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? സെയിൻറ്റ് ഡ്രാക്കുള 3D എന്നുള്ളതൊരു ഹോളിവുഡ് സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചത് ഒരു ഭാഗ്യമാണ്. രൂപേഷ് പോളാണ് എൻ്റെ ഡയറക്ടർ. ആ സിനിമ 2013 ഓസ്കാർ ഷോർട്ട് ലിസ്റ്റിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും പിന്നെ എൻ്റെ 2 സോങ്സിനും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. തീർത്തും നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. അമൽ പാടിയിട്ടില്ലേ? അമലിൻ്റെ ഒരു സോങ്, അതിൽ തന്നെ ഡൊമിനിക് സെറിയോ എന്ന് പറഞ്ഞ സിംഗർ, ക്ലിൻറ്റൺ സെറിയോൻ്റെ ക്ലിൻറ്റൻ്റെ വൈഫാണ്. അവർ രണ്ടുപേരും കൂടി ഒരു പാട്ട് പാടി. അത് കൂടാണ്ട് ഫ്രാൻസ്വാ കസ്റ്റലിനോ എന്ന് പറഞ്ഞ മൂപ്പരൊരു ഗോവൻ സിംഗറാണ്. അവരുടെ ഈ 3 പേരുടെയും പാട്ടാണ് ആക്ച്വലി ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. എങ്ങനത്തെ തരം മ്യൂസിക്കാണ് കൂടുതൽ കേൾക്കാറ്? അതൊരു അൺജസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്നറിയാം, എല്ലാം കേൾക്കുന്നറിയാം, ബട്ട് സ്റ്റിൽ കൂടുതൽ കേൾക്കാറ് എന്ത് തരം മ്യൂസിക്കാണ്? ഞാൻ പാട്ട് പഠിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി കർണാട്ടിക് മ്യൂസിക്കാണ് കൂടുതലും കേൾക്കുക. പക്ഷെ എൻജോയ് ചെയ്യണത് ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കാറുണ്ട്, ഗസൽ കേൾക്കാറുണ്ട്. പക്ഷേ വെസ്റ്റേൺ കുറവാണ്, കേൾക്കും. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഈ പറയണ റാപ്പ് അങ്ങനത്തെ പോപ്പുലർ മ്യൂസിക് ഇപ്പോൾ പ്രോബബ്ലി അത് കുറവാണ് ഞാൻ കേൾക്കണേ. വേറെ ബ്ലൂസ്, ജാസ് അത് കേൾക്കും. പിന്നെ ഓരോ പേർപ്പസിന് ചിലപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന ഒരു ഫിലിമിന് വേണ്ടിയിട്ട് അതൊരു ആഫ്രിക്കൻ ബ്ലൂ ഗ്രാസ്, അപ്പോൾ അത് നമ്മളത് കേൾക്കുക. അപ്പോൾ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് എൻ എൻക്വയറി, അപ്പോൾ അത് നമ്മൾ എല്ലാം കേൾക്കും. പക്ഷെ ജനറലി നമുക്ക് കേട്ട് ഇരിക്കാനൊക്കെ ഇഷ്ടം ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ നമ്മുടെ മലയാളം പാട്ടുകൾ അല്ലെങ്കിൽ തമിഴ് സോങ്സ്, ഹിന്ദി സോങ്സ്. എന്തായാലും പാട്ടിലേക്ക് കിടക്കാം. ഇതൊരു പഞ്ചാബി സോങ് ആണ്. ഓക്കെ, ഗസൽ തന്നെയാണോ? ഗസൽ അല്ല, ഇത് ആക്ച്വലി ഹരിഹരൻജിയുടെ ഒരു ആൽബം ഉണ്ട്, ലാഹോർ കി റംഗ് ഹരി കി റംഗ് എന്ന് പറഞ്ഞിട്ട്. ഇത് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം പാകിസ്ഥാനിലാണ്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ വാസിർ അഫ്സൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാകിസ്ഥാനിയാണ്. ലിറിക്സ് ട്രഡീഷണൽ അമീർ ഖുസ്രുവിൻ്റെ ലിറിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ നല്ല രസമുള്ള ആൽബമാണ്. നല്ല എന്താ പറയുക, ഭയങ്കര സ്ട്രിങ് അറേഞ്ച്മെൻറ്റും റിച്ച് ഓർക്കസ്ട്രേഷനാണ്. ഇത് റെക്കോർഡ് ചെയ്തതും പാകിസ്ഥാനിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഹരി കി റംഗ് ലാഹോർ കി റംഗ് എന്നാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിലൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു പാട്ടാണ്. ഇതിൽ സാധാരണ ഒരു ഹരിഹരൻ ഗസലിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കോംപ്ലിക്കേഷൻസോ, സാധാരണ ഹരിജി ഒരുപാട് ഇംപ്രവൈസ് ചെയ്തിട്ടൊക്കെയാണല്ലോ, അതൊന്നുമില്ല. ഇറ്റ്സ് എ വെരി പ്രോബബ്ലി. എന്നാൽ ഇതിലെ ബാക്കിയുള്ള പാട്ടുകൾ ചിലതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാട്ട്, ഹെവി രാഗ ബേസ്ഡ് ആയിട്ടുള്ള ബിഹാഗിൽ ഒരെണ്ണമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ലിറിക്സിൻ്റെ ലാളിത്യം കാണിക്കാനായിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ട്യൂണിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത് വളരെ സിമ്പിളായിട്ടാണ് റെൻഡർ ചെയ്തിരിക്കുന്നത്. പ്രോബ്ലി ദാറ്റ്സ് വാട്ട് ദ മ്യൂസിക് ഡയറക്ടർ വാണ്ടഡ് ഹിം ടു ഡു. മറ്റേത് അദ്ദേഹത്തിൻ്റെ എല്ലാ ആൽബംസ് നോക്കിക്കഴിഞ്ഞാൽ ഹീ ഹിംസെൽഫ് ഇസ് എ കമ്പോസർ, എക്സെപ്റ്റ് ആദ്യത്തെ ആൽബം ഗുലാം മുസ്തഫ ഖാൻ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാം സ്വന്തം കോമ്പോസിഷൻസ് ആണ്. പക്ഷേ ഇത് വേറൊരു മ്യൂസിക് ഡയറക്ടറിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഹരിജി. ആ വേഖ് അസാദാ ഹാൽ പ്രീതം പ്യാരയ, അതായത് എൻ്റെ അവസ്ഥ നോക്കൂ, ഐ മീൻ സച്ച് എ ബാഡ് ഷേപ്പ്, പ്ലീസ് ലിസൺ ടു മീ എന്നുള്ളതാണ് ബിലവഡിനോട് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്ലീഡിങ് ആണ്.
सादा हाल वे, देख सादा हाल वे, प्रीतम प्यारया प्रीतम प्यारया, देख सादा हाल वे, प्रीतम प्यारया प्रीतम प्यारया, देख सादा हाल वे। उमर नदी लंबी वे, नदी लंबी वे, नदी उमर नदी लंबी वे, आँखों दूर किनारा पार करा कह देना, उमर नदी लंबी वे, आँखों दूर किनारा पार करा कह देना, देख सादा हाल वे, प्रीतम प्यारया प्रीतम प्यारया, देख सादा हाल वे। दिल दा नगर सुन जावे, दिल दिल दा नगर सुन जावे, बनी रात जंगल लगो रास्ता दिसे पता, दिल दा नगर